പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച TRFനെ ഭീകര സംഘടനയിൽപ്പെടുത്താൻ നീക്കങ്ങളുമായി ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിലേക്ക് ഇന്ത്യ പ്രതിനിധി സംഘത്തെ അയച്ചു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന പാകിസ്ഥാന്റെ കത്തിൽ ഇന്ത്യ നിലപാട് അവരെ അറിയിച്ചേക്കും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്താനിരുന്ന കാശ്മീർ സന്ദർശനം മാറ്റിവെച്ചുവെന്നും സൂചന. ശ്രീനഗറിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ. ഇപ്പോൾ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നതായി സൂചനയുണ്ട്. ബൽറാം നെടുങ്ങാടി ചേരും. അതുപോലെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ എടുക്കുന്ന തീരുമാനത്തെക്കുറിച്ച് പറയാൻ അജീഷ് ജയകുമാറും ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം ബൽറാമിലേക്ക്. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് SKN. ജമ്മു കശ്മീരിൽ വീണ്ടും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നു. 48 മണിക്കൂറിനിടെയാണ് ഈ ഒരു മേഖലയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ഏറ്റുമുട്ടലുണ്ടായ പ്രദേശത്ത് നിന്നും ഏതാണ്ട് കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് ത്രാലിലെ വനമേഖലയിൽ വീണ്ടും ഒരു ഏറ്റുമുട്ടൽ ഇന്ന് രാവിലെ ആരംഭിച്ചത്. ഇന്നലെ രാത്രി തന്നെ ഈ ഭീകരവാദികളുടെ സാന്നിധ്യം പ്രദേശത്തുള്ളതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു. അതിനിടെയാണ് ഭീകരവാദികളുടെ ഒളിത്താവളത്തിന് സമീപം എത്തിയതോടെ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. ഇതിനകം ഏറ്റുമുട്ടലിൽ ഒരു ഭീകരവാദിയെ വധിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം. കൊല്ലപ്പെട്ടത് ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദിയാണ് എന്ന സ്ഥിരീകരണമാണ് ജമ്മു കശ്മീർ പോലീസിൽ നിന്നും ലഭിക്കുന്നത്. മേഖലയിൽ 3 ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള രഹസ്യവിവരമായിരുന്നു സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് ഇനിയും 2 ഭീകരവാദികൾ ഉണ്ട് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ തുടരുകയാണ്. പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച ഏറ്റുമുട്ടലുണ്ടായ കെല്ലർ മേഖലയിൽ നിന്നും ഏതാണ്ട് 15 കിലോമീറ്ററോളം മാത്രം അകലെ പുൽവാമയിൽ ഉൾപ്പെടുന്ന ത്രാൽ മേഖലയിലാണ് ഈ ഏറ്റുമുട്ടൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വനമേഖലയിൽ തന്നെയാണ് ഏറ്റുമുട്ടൽ. ഈ പഹൽഗാം അടക്കമുള്ള ഈ വനമേഖലകൾ ഏതാണ്ട് വനമേഖലയാൽ ബന്ധിപ്പിക്കപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് എന്നതുകൊണ്ട് തന്നെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ബന്ധമുള്ള ഭീകരരാണോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതേസമയം ആ ഭീകരവാദികൾക്ക് സഹായം നൽകുന്ന പ്രാദേശിക ഭീകരർ ഈ മേഖലയിൽ വളരെ സജീവമാണ് എന്ന് സുരക്ഷാ സേനയ്ക്ക് നേരത്തെ തന്നെ വിവരം ലഭിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരായ നടപടികൾ, വീടുകൾ തകർക്കൽ, കൂടാതെ കസ്റ്റഡിയിലെടുക്കൽ, ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം അടക്കമുള്ള നടപടികൾ ഊർജിതമായി പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ 48 മണിക്കൂറിനിടെ 2 ഏറ്റുമുട്ടൽ ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ട 3 ഭീകരവാദികളിൽ ഒരാൾക്ക് നേരിട്ട് തന്നെ പഹൽഗാം ഭീകരർക്ക് സഹായം നൽകിയതായി സുരക്ഷാ സേനയ്ക്ക് വിവരം ലഭിച്ചിരുന്നു. നിലവിൽ ഈ ഏറ്റുമുട്ടൽ നടക്കുന്ന മേഖലയിൽ ഉള്ള ഭീകരവാദികൾ മറ്റ് ആരൊക്കെ എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വ്യക്തമായ ഒരു ചിത്രം അല്ലെങ്കിൽ വിവരങ്ങൾ സുരക്ഷാ സേന ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നില്ല. ഓപ്പറേഷൻ പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുക. SKN. ഓക്കെ, താങ്ക് യു. ശ്രീനഗറിൽ നിന്നാണ് ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേർന്നത്.